അടുപ്പമില്ല, പരിചയമില്ല എന്നത് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ബന്ധമുണ്ട് മുഖ്യമന്ത്രിക്ക് ഹുസൈനുമായി എന്ന് പ്രാദേശിക നേതാക്കൾ അടക്കം പറയുകയും ചെയ്യുന്നു. സന്ദർശനങ്ങളടക്കം തെളിവുകളായുണ്ട്. ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചത് ഹുസൈൻ തന്നെ ഹുസൈന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് എന്നതുകൂടിയും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി എന്താണ് ഈ കാര്യത്തിൽ മറുപടി പറയുക? ഇന്നലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നതില്ല. പക്ഷേ ആ വാർത്ത മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതാണ് സംരക്ഷണം എന്നുള്ളത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിരുന്ന മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെട്ട MDMA കേസിൽ പ്രതിയായ അബ്ദുൽ സലാമിന് ഗുണ്ടാബന്ധവും. അബ്ദുൽ സലാം കുപ്രസിദ്ധ ഗുണ്ടാബന്ധ നേതാവ് അനസ് പെരുമ്പാവൂരിന്റെ ഗ്യാങ്ങിലുണ്ട് എന്നതാണ് വിവരം. സലാമിന്റെ ഗുണ്ടാബന്ധത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. മറ്റൊരു പ്രതിയായ സൈനുൽ ആബിദ് നിരവധി സൈബർ കേസുകളിൽ പ്രതിയാണ്. തട്ടിപ്പ് സംഘത്തിന് മ്യൂൾ അക്കൗണ്ടുകൾ തരപ്പെടുത്തി നൽകുന്നത് ആബിദാണ്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങൾക്ക് പുറമെ ആന്ധ്രയിലും ഇയാൾക്കെതിരെ സൈബർ തട്ടിപ്പ് കേസുകളുണ്ട്. പ്രതികൾ ലഹരി ഇടപാട് നടത്തിയ വിവിധ ജില്ലകളിലുള്ള ഇടനിലക്കാരെ കുറിച്ച് പോലീസിന് വിവരങ്ങളുണ്ട്. പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. SS ശരണും VS രഞ്ജിത്തും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ശരണിലേക്കാണ്. ശരൺ, ഹുസൈൻ മാത്രമല്ല, ഹുസൈന്റെ കൂട്ടുകാരും മിടുക്കരാണ്. മാധു, ഗുഡ് മോർണിംഗ്. എന്തായാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ട് ഈ പ്രതികൾക്ക് എത്രത്തോളം അടുപ്പമാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യ പ്രതിയാണ് അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി. ഈ അബ്ദുൽ സലാം മുഖ്യമന്ത്രിക്കൊപ്പവും PK കുഞ്ഞാലിക്കൊപ്പവും നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ്. ഇതിൽ അബ്ദുൽ സലാമിന് ഗുണ്ടാ ബന്ധമുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അനസ് പെരുമ്പാവൂർ കുപ്രസിദ്ധ ഗുണ്ടയാണ്. ഈ ഗുണ്ടാ നേതാവായിട്ടുള്ള അനസ് പെരുമ്പാവൂർ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്, വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. ഇയാളുടെ ഗ്യാങ്ങിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അബ്ദുൽ സലാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 2021 മുതൽ ദീർഘകാലം ഇയാൾ ഈ ഗ്യാങ്ങിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഗുണ്ടാ ബന്ധം ഈ ലഹരി ഇടപാടുകൾക്കായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടിയാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ കേസിലെ മറ്റൊരു പ്രതിയാണ് സൈനുൽ ആബിദിനും നിരവധി കേസുകൾ ഉണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇയാൾ സൈബർ തട്ടിപ്പ് കേസുകളിലടക്കം പ്രതിയാണ്. പ്രത്യേകിച്ച് ഇയാൾക്ക് കോഴിക്കോടും കണ്ണൂരും കേസുകളുണ്ട്. ഇതിന് പുറമെ തന്നെ ആന്ധ്രയിലും കേസുകളുണ്ട്. ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാൾ ഈ കംബോഡിയ അടക്കമുള്ള ഇടങ്ങളിലെ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് കേരളത്തിൽ നിന്ന് മ്യൂൾ അക്കൗണ്ടുകൾ തരപ്പെടുത്തി നൽകുന്ന വ്യക്തിയാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആന്ധ്ര അടക്കമുള്ള ഇടങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിന് പിന്നാലെ ആന്ധ്രയിലെ പോലീസ് ഇയാളെ കഴിഞ്ഞ വർഷം കേരളത്തിലെത്തി അറസ്റ്റ് ചെയ്യുകയെല്ലാം ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി കാസർഗോഡ് പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ നടത്തിയിരിക്കുന്നത് ചില്ലറ വിൽപ്പനയല്ല. അതായത് ഇങ്ങനെ ഗുണ്ടാപ്പണിയായിട്ടൊക്കെ നടക്കുന്നു, സൈബർ തട്ടിപ്പുമായിട്ടൊക്കെ നടക്കുന്നു. ആ കേസുകളിൽ അറസ്റ്റിലായി പിന്നീട് ജാമ്യത്തിൽ അടങ്ങിയതിന് പിന്നാലെയാണ് ഈ ലഹരി ഇടപാടുകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഇവർ നടത്തിയിരുന്നത് ചില്ലറ വിൽപ്പനയല്ല, മറിച്ച് മൊത്ത കച്ചവടമാണ്. കഴിഞ്ഞ 4 തവണ ഇത്തരത്തിൽ മൊത്ത കച്ചവടം നടത്തിയെന്നുള്ള സുപ്രധാന വിവരങ്ങൾ അടക്കമാണ് കാസർഗോഡ് പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇതിനപ്പുറമുള്ള ഒരു സ്റ്റേജിലേക്ക് ഇനി അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെട്ടിട്ടുള്ള കേസാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഇത് നീങ്ങുമോ? അതായത് മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും രീതിയിൽ സംശയത്തിലാക്കുന്ന ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 3 പേരെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണമാണ് കാസർഗോഡ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. പ്രത്യേകിച്ച് ഈ സംബന്ധിച്ച് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.